ഹായ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഇറച്ചിപ്പോളയാണ്. നോമ്പിനും മറ്റാരെങ്കിലും വിരുന്ന് വന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു വിഭവമാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇറച്ചിപ്പണ്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആകും. ഇറച്ചിപ്പണ്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും, എന്നാലും സാരമില്ല. 20 മിനിറ്റ് ഒരു സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യമായി നമുക്ക് ഇറച്ചിപ്പണ്ട് എങ്ങനെ തയ്യാറാക്കിയെന്ന് നോക്കിയാലോ. ഞാൻ 4 പീസ് ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫ് ഉപയോഗിക്കാം. ബീഫ് ഇതിലേറെ ടേസ്റ്റ് ഉണ്ടാകും, അത് നിങ്ങൾ ഇഷ്ടാനുസരണം ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അതിന് വേണ്ടി പണ്ടത്തിന് വേണ്ടിയിട്ട് 2 ഉള്ളി മുറിച്ചെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് നടുകെ കയറി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പണ്ടാക്കിയാൽ വേഗം എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ്. മല്ലിയിലയുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രൂപത്തിലായി അത്രയും നല്ല ഞാൻ നല്ലോണം ചതച്ചരച്ചാണ് എടുത്തത്. നമുക്ക് ഉള്ളിപ്പണ്ടം തയ്യാറാക്കാം, ചിക്കനും വേവിച്ചെടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 4 മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ ചിക്കൻ വേവിക്കാനായി. നിങ്ങളെങ്ങനെ വേവിക്കുന്ന അറിയില്ല, പൊരിച്ചെടുക്കുന്നതൊക്കെ പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ഇങ്ങനെയാണല്ലോ ആരോഗ്യത്തിന്, അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെച്ചിട്ട് ചിക്കൻ വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പാന് ചൂടാകാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മളുടെ ഉള്ളിയും നമ്മൾ മുറിച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാം. പണ്ടത്തിനെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് ഒരു 5 മിനിറ്റ് ഈ കുറച്ച് വെച്ചിട്ട് ചിക്കനും പണ്ടവും നമുക്ക് വേവിച്ചെടുക്കാവുന്നു. നമ്മുടെ പണ്ടവും ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, ചിക്കൻ വന്നിട്ടുണ്ട്, ഉള്ളിയും വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളിയിലേക്ക് അല്പം ഇറച്ചി മസാല, അല്പം കുരുമുളക് പൊടി, കുറച്ച് മതിയാവും കുരുമുളക്, ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഉള്ളി നല്ലോണം വെന്തിട്ടുണ്ട്. ഇറച്ചിയും ഉള്ളിയും തണിയുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, ചിക്കനും പണ്ടവും ഞാനിവിടെ തണിയാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് സമയത്തിന് ശേഷം ഇത് തണിഞ്ഞതിന് ശേഷം ഈ ചിക്കനൊക്കെ നമുക്കൊന്ന് ചിക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഏകദേശം ചിക്കൻ പണ്ടൊക്കെ തയ്യാറാക്കുന്നതൊക്കെ എല്ലാം അറിയാമായിരിക്കും, പക്ഷേ പുതുതായിട്ട് ആരെങ്കിലും തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അറിഞ്ഞിട്ടെന്ന് കരുതിയാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തിടുന്നത്. അല്ലെങ്കിൽ ചിക്കൻ പണ്ടന് ഞൊടിയിൽ തയ്യാറാക്കുന്ന ഒരു ഡിഷാണിത്. നിങ്ങൾക്ക് ആരെങ്കിലും വിരുന്ന് വന്നാലോ അല്ലെങ്കിൽ നോമ്പിൻ്റെ സമയത്തൊക്കെ ആക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അത് മാത്രമല്ല എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഡിഷാണ് തയ്യാറാക്കുന്നത്. ഒരുവിധ ആൾക്കൊക്കെ ഇത് അറിയാവുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് കൂടി ഇത് യൂസ് ആയിട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇവിടെ അല്പം മല്ലിയിലയും ക്യാരറ്റും കൂടി ചിക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പോളയായതിനു ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് അല്പം ഭംഗി കൂടാനും ടേസ്റ്റ് കൂടാനൊക്കെ വേണ്ടിയാണ്. ഇതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയാൻ തന്നെ. ഈ മുകളിൽ കിടന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് പോളക്ക്. അപ്പോൾ നമുക്ക് പോള തയ്യാറാക്കാം. അതിനായി ഇറച്ചിപ്പണ്ടം അവിടെ ചിക്കി വെച്ചിട്ടുണ്ട്, ഉള്ളിപ്പണ്ടം വേറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പോള തയ്യാറാക്കുന്നതിലേക്ക് പോവാം. അപ്പോൾ നമ്മളിവിടെ 3 മുട്ട, ഒരു ചെറിയ കപ്പിൽ ഒരു ഗ്ലാസ്സിൽ സൺഫ്ലവർ ഓയിൽ മസ്റ്റാണ്, വേറെ ഓയിലൊന്നും നിങ്ങൾ യൂസ് ചെയ്യാറ്. പിന്നെ പാല്, മൈദ, ഇത്രയും ഇൻഗ്രീഡിയൻസ് വേണം നമ്മൾ ഈ പോള തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഒരേ അളവിലായിരിക്കണം ഇത് ഇടേണ്ടത്, എന്നാലേ ഈ പോള ശരിയാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് ഈ സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതേ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ പാല്, അതേ അളവിൽ നമ്മൾ പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ അളവിൽ മൈദയും കൂടി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. ഇതേയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് പിന്നെ വേണ്ടത് നമ്മളിവിടെ എടുത്ത് വെച്ച 3 മുട്ടയാണ്, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. ശേഷം പിന്നെ പാകത്തിലുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സി അടിച്ചെടുക്കുക. എടുത്ത് വെച്ച് 3 മുട്ടയും മൈദയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സി അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, ഏകദേശം ഈ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് പോള എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം.
നമ്മളിവിടെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടായതിനു ശേഷം നല്ലവണ്ണം തീ കുറച്ച് അതിലേക്ക് നമുക്ക് പറഞ്ഞ സൺഫ്ലവർ ഓയിൽ തന്നെ മൊത്തത്തിലൊന്ന് പരട്ടി കൊടുക്കാം. നമ്മൾ ഇത് ഉണ്ടാക്കി വരുമ്പോൾ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓയിൽ ഞാൻ നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ശേഷം അടിച്ചു വെച്ച ആ മൈദയൊക്കെ നമുക്ക് ഇതിലേക്ക് പകുതി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ തയ്യാറാക്കിയ ഉള്ളിപ്പണ്ടവും കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ. ശേഷം ചിക്കൻ കൂടി ആഡ് ചെയ്യും. നമ്മൾ ചിക്കനും ഉള്ളിപ്പണ്ണും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു. ശേഷം ബാക്കി വെച്ചിരിക്കുന്ന മൈദയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. അടിച്ച് വെച്ചിരിക്കുന്ന മൈദയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. അതൊക്കെ കവറത്തക്ക വിധത്തിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ആഡ് ചെയ്തു. ഇതിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞ പോലെ ചിക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആഡ് ചെയ്യുക. കണ്ടോ, ഭംഗിയുണ്ടോ? ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഉണ്ടാക്കി തോന്നും. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, ആർക്കും തോന്നും. അത് മാത്രമേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇറച്ചിപ്പണ്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങിയിട്ട് പെരുന്നാൾക്ക് പെട്ടെന്ന് ഇറക്കിൻ്റെ ഡിഷാണിത്. ഇറച്ചിപ്പണ്ടൊക്കെ ഉണ്ടാക്കിയതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി പോയത്. അറിയാവുന്നവർക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതിന് ശേഷം മല്ലിയിലയും കൂടി ഇപ്പോൾ കണ്ടോ, ഭംഗിയാണ്ടോ ആഡ് ചെയ്യുമ്പോൾ. മല്ലിയിലയും കൂടി ഇതിന് മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി തീ കുറച്ച് വെച്ചിരിക്കണം, അത് മസ്റ്റാണ്. അത് ആരും മറന്നു പോലെ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ സൺഫ്ലവർ ഓയിൽ നമുക്ക് തോട്ടി കൊടുക്കുന്നത് അത്യാവശ്യമാണ്. പിന്നെ ഇതിൻ്റെ വേവ് എന്ന് പറഞ്ഞാൽ ഒരു 20 മിനിറ്റ്, ആ ഈ കുറവിൽ തന്നെ ഒരു 20 മിനിറ്റ് ഇത് വെന്ത് വരണം. എന്നാലും ഇതിൻ്റെ കറക്റ്റ് വേവ് എന്ന് പറഞ്ഞാൽ അതിൽ കുറയാനോ കൂടാനോ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ കത്തിപ്പോവാനും കുറഞ്ഞു കഴിഞ്ഞാൽ വേവാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് 20 മിനിറ്റ് അടച്ച് നമുക്ക് ടൈം വെച്ച് നോക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞത് റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മളെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ആറാൻ വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ കഴിയൂ, അല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് നമുക്ക് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ പോള ഇവിടെ ആറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ചൂട്, നമുക്ക് ചൂടോടെ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ പോള ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഓക്കെ, വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ.